പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസം നാം ചക്കക്കുരു, അതിൻ്റെ പ്രത്യേകതകൾ, അതിൽ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന സ്രോതസ്സും ഊർജവും എത്രത്തോളമുണ്ടെന്നും അത് എന്തായിത്തീരാൻ ആ ചക്കക്കുരുവിനകത്തുള്ള സ്രോതസ്സിന് കഴിയും എന്നുള്ളതും നാം ചിന്തിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ഉള്ളിൽ ഇതേപോലെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും നിക്ഷേപമുള്ളത് കൊണ്ട് ആ ഉള്ളിൽ ഉള്ള നിക്ഷേപം നാം പുറത്തെടുക്കാൻ ശ്രമിച്ചാൽ അനേക വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും നേടിയെടുക്കാൻ പല കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും നേടാൻ കഴിയുന്നത്? നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമ്മെ പോലെ, ഇനി അത് വേണ്ട, നമ്മുടെ കുടുംബത്തിനകത്ത് നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അടങ്ങിയ ഒരു കുടുംബം. ഈ കുടുംബത്തിനകത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ പാകാമെങ്കിൽ, ആ വിത്തുകൾ, നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ കിളിർത്തു വരാൻ ഇടയായാൽ തന്നെ ഒരു കുടുംബം സന്തുഷ്ട കുടുംബമായിരിക്കും. അവിടെ ഈ വിത്തുകൾ കിളിർത്തു വരാൻ വേണ്ടി അനുകൂലമായ സാഹചര്യം ഒരുക്കേണ്ടതും ആവശ്യമാണ്. പലപ്പോഴും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഈ ആധുനിക ജീവിത രീതിയുടെ പ്രത്യേകതയായി തിരക്കും പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനാലും കുടുംബപരമായി ഉണ്ടാകേണ്ട സ്നേഹവും നന്മയും പലപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് അതിനൊരു പ്രതിവിധി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ. നമുക്ക് കഴിയാതെ വരുന്ന ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അതൊക്കെ ദൈവത്തോട് പറയുക. ദൈവമേ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ കുടുംബം സന്തുഷ്ട കുടുംബമായിരിക്കണം, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങിയ കുടുംബം സന്തോഷത്തോടും സമാധാനത്തോടും നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിച്ചാലും അതിന് കഴിയുന്നില്ല ദൈവമേ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ കരുണ കൊണ്ടും തൻ്റെ ദൈവിക സ്വഭാവമായ സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും നമ്മളെ അലങ്കരിക്കും. നമുക്ക് അതിനുള്ള കഴിവ് തരും. ദൈവം അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി തരും എന്നുള്ളത് ഒരു പരമാർത്ഥതയാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു എന്ന് വേദപുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്: ഞാനും എൻ്റെ കുടുംബവും ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ദൈവത്തിന് പുകഴ്ച കൊടുക്കും. ഞാനും എൻ്റെ കുടുംബവും. ഈ കാലത്ത് കുടുംബങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത വിവിധ സാഹചര്യങ്ങളുണ്ട്. രോഗമായിരിക്കാം, പണത്തിൻ്റെ ലഭ്യതയില്ലായ്മയായിരിക്കാം, സമാധാനമില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ചിന്തകൾ വന്നിട്ട് നമുക്ക് ഒരേപോലെ ചിന്തിക്കുവാൻ കഴിയാതെ, ഐക്യതാ മനോഭാവം ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തെ അനുകൂലമായി വളർത്താൻ ഇടയാക്കുകയില്ല എന്നുള്ളതും നമുക്കറിയാം. പക്ഷേ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിനും മറ്റു പല കാര്യങ്ങൾക്കും അതീവ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായം മുതലേ മൊബൈൽ ഫോൺ കളിക്കുവാനും നോക്കുവാനും കൊടുക്കുന്നത് കൊണ്ട് അവർ മറ്റു മനുഷ്യരുമായി ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർക്ക് താല്പര്യം ഈ മൊബൈൽ ഫോണിനോടും ഇങ്ങനെയുള്ള ഉപകരണങ്ങളോടുമാണ്. അതുകൊണ്ട് തന്നെ പുറത്തുപോയി കളിക്കുവാനോ മറ്റുള്ളവരുമായി ഇടപെടുവാനോ സംസാരിക്കുവാനോ പലപ്പോഴും കുഞ്ഞുങ്ങൾ താല്പര്യമില്ല. അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും യൗവനക്കാരും കുറച്ചങ്ങോട്ട് വളരുന്നതനുസരിച്ച് അവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നു. ഇനി ഏകാന്തത കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കേണ്ട ഗുണപാഠങ്ങൾ പഠിക്കാതെ പോകുന്നു. മറ്റുള്ളവരുമായി സഹകരിക്കേണ്ടതിനും സഹായിക്കേണ്ടതിനും സ്നേഹിക്കേണ്ടതിനും വേണ്ടിയുള്ള സ്വഭാവങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ യൗവനക്കാരിൽ ഉണ്ടായി വരുന്നില്ല എന്നൊരു പരമാർത്ഥത നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു കുഞ്ഞിന് വളർന്നു വരുമ്പോൾ അതിനു വേണ്ടിയ അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത്
മാതാപിതാക്കളുടെ കടമയാണ്. ഇനി കുഞ്ഞുങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെയും നന്മയുടെയും വിത്തുകൾ കിളിർപ്പിക്കുവാൻ ശ്രമിക്കണം, വളർത്തുവാൻ ശ്രമിക്കണം. അങ്ങനെ കുടുംബമായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകാനിടയായാൽ എത്ര മനോഹരമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഇതിനിടയിൽ കൂടെ സ്നേഹമില്ലായ്മയോ പകയോ പിണക്കമോ രോഗമോ ദുഃഖമോ മരണമോ ഒക്കെ കടന്നു വരുമ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളായി, മാസങ്ങൾ, വർഷങ്ങളായി പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ മുതിർന്നവരിൽ നിന്ന് പഠിക്കാൻ നല്ല മാർഗമാണ്. ഇത് അറിയാത്ത ഒരാളിൽ നിന്നല്ല നമ്മൾ പഠിക്കേണ്ടത്. ഇത് അനുഭവിച്ചറിഞ്ഞ് തരണം ചെയ്യുവാനുള്ള കഴിവുകൾ നേടിയ മുതിർന്നവരിൽ നിന്ന് നാം ഇതൊക്കെ പഠിച്ചെടുക്കണം, ജീവിത പാഠങ്ങൾ. അങ്ങനെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുകൂല സാഹചര്യങ്ങളിലൂടെ ദൈവിക സ്വഭാവങ്ങൾ നമ്മളിൽ വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.